മലയാളികളുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് പറയപ്പെടുന്ന ഒരാളാണ് 18-ാം നൂറ്റാണ്ടിലെ സമുദ്രവീരൻ ചെമ്പിൽ ആര്യൻ. തിരുവനന്തപുരത്ത് ജനിച്ച ഈ മത്സ്യബന്ധനക്കാരൻ്റെ ജീവിതം സമുദ്രത്തിൻ്റെ ശക്തിയും മനുഷ്യൻ്റെ ധൈര്യവും ചേർന്നൊരു കഥയാണ്. ഡച്ച് സൈന്യം കരയെ കീഴടക്കുമ്പോൾ ഒരു സാധാരണ മത്സ്യക്കാരന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ചെമ്പിൽ ആര്യൻ തന്നെയാണ് ഉത്തരം പറഞ്ഞത്. തൻ്റെ ചെറുവഞ്ചിയും മഹാധൈര്യവും മാത്രം കൂട്ടുകാരാക്കി ഭാരതത്തിന്റെ ആദ്യത്തെ നേവൽ ഗൊറില്ല ഫൈറ്ററായി മാറി. ഡച്ച് കപ്പലുകൾ പൂർണ്ണായുധങ്ങളോടെ അറേബ്യൻ സീയിൽ പെട്രോൾ നടത്തിയിരുന്ന ദിവസങ്ങളിൽ ചെമ്പിൽ ആര്യൻ രാത്രിയുടെ ഇരുട്ടിൽ തന്റെ വഞ്ചിയോടെ കടലിലിറങ്ങി ഡച്ച് കപ്പലുകളുടെ അടിഭാഗം മുറിച്ചു തകർക്കുന്ന ധീരത കാട്ടി. ഒരു മനുഷ്യന്റെ ബുദ്ധിയും ധൈര്യവും ചേർന്നാൽ ആധുനിക ആയുധങ്ങൾക്കും മേൽക്കോയ്മയിലെന്ന് അദ്ദേഹം തെളിയിച്ചു. ഒരു പ്രാവശ്യം ഡച്ചിന്റെ പ്രധാന കപ്പൽ തീയിൽ മൂടി കണ്ണീരോടെ സൈന്യം പിൻവാങ്ങേണ്ടി വന്നപ്പോൾ ട്രാവൻകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ ഈ മത്സ്യക്കാരനെ രാജകീയ സേനാധിപതിയായി ഉയർത്തി. യുദ്ധം കഴിഞ്ഞിട്ടും ചെമ്പിൽ ആര്യൻ തന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി. യുദ്ധത്തിലൂടെ ലഭിച്ച സ്ഥാനവും പ്രതാപവും ഒന്നും പ്രദർശിപ്പിക്കാതെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലെ യുവാക്കൾക്ക് ഭൂമിയോടും സമുദ്രത്തോടും വിശ്വാസമുണ്ടെങ്കിൽ മനുഷ്യൻ തോൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചു. ഔദ്യോഗികമായി അദ്ദേഹത്തെക്കുറിച്ച് വലിയ രേഖകളില്ലെങ്കിലും തീരദേശവാസികളുടെ കഥകളിൽ ഇന്നും ആര്യനൊരു ശക്തിയുടെ ജ്വാലയാണ്. നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ആധുനിക യുദ്ധക്കപ്പലുകൾക്ക് മുമ്പിൽ നിൽക്കാൻ ധൈര്യപ്പെടുത്തിയ ഒരു സാധാരണ മലയാളി. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന വീരന്മാർ ജനിക്കുന്നില്ല, ധൈര്യം തീരുമാനിക്കുന്നവരാണ് വീരന്മാർ. സ്ഥാനം, വിദ്യാഭ്യാസം, പശ്ചാത്തലം ഒന്നുമില്ലെങ്കിലും സ്വന്തം നാടിനെ സ്നേഹിച്ചാൽ ഒരു മനുഷ്യന് ചരിത്രം തന്നെ മാറ്റാൻ കഴിയും. ചെമ്പിൽ ആര്യൻ ദീർഘനിശബ്ദതയിൽ മറഞ്ഞുപോയ ഒരു അൺസങ് ഹീറോ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാൾക്ക് കഴിയില്ല എന്നൊന്നുമല്ല, ചോദ്യം നമുക്ക് മുന്നോട്ടൊരു പടി വയ്ക്കാനുള്ള ധൈര്യമുണ്ടോ എന്നതാണ്.